come in? Yeah, come in. Are you a new student? Yes, sir. Oh, okay. Introduce yourself. Hi, friends. My name is Malavika and I am from India. Nice to meet you all. Okay, go and seat yourself. Hello, I am Malavika. What's your name? എൻ്റെ പേര് നിത്യ. ഓ, മലയാളിയാണല്ലേ? നാട്ടിലെവിടെയാ? ആലപ്പുഴ. താനോ? ഞാൻ കോട്ടയം. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലോ? ഞാൻ ഇവിടെ ഒന്നും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തില്ല. സോ പുറത്ത് നടന്ന് സംസാരിക്കാം. ആ, ഓക്കെ, വാ. നിത്യയ്ക്ക് ഇവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഏയ് ഇല്ല, ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 2 വീക്സ് ആയതേ ഉള്ളൂ. പിന്നെ ഇവിടെ മലയാളീസൊക്കെ കുറവല്ലേ, അതുകൊണ്ട് എനിക്കങ്ങനെ ആരെയും പരിചയമില്ല. ഓ, അതെന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കൂട്ടായല്ലോ. തൻ്റെ ഫാമിലിയൊക്കെ ഇവിടെയാണോ? മാളവികയുടെയോ? എന്നെ മാളു എന്ന് വിളിച്ചാൽ മതി. പിന്നെ ഞാൻ മാരീഡാണ്. അപ്പോൾ ഹസ്ബൻഡ് ഈ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആഹാ, അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? അതെ. നിതുവിൻ്റെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അവരൊക്കെ എന്ത് ചെയ്യാ? അത് പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് 2 ഇയേഴ്സ് ആയി. അമ്മ പോയപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അച്ഛൻ പുതിയ ലൈഫ് എൻജോയ് ചെയ്തപ്പോൾ പഴയതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കവിടെ നിൽക്കാനും തോന്നിയില്ല. പിന്നെ അമ്മയ്ക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ മോൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വല്യച്ഛൻ അറിഞ്ഞപ്പോൾ എന്നോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ഓ, ആണോ? മാളുവിൻ്റെ മാരേജ് എന്താ നേരത്തെ നടത്തിയേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവർ നടത്തിയതാ. പിന്നെ എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഓ, അങ്ങനെയാണോ? ആ, അതെ, അടുത്ത ക്ലാസ് തുടങ്ങാറായി. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? ആ, എന്നാ വാ, പോവാ. അടുത്ത സബ്ജക്റ്റ് ഏതാ? ബയോകെമിസ്ട്രി. ഓ, ബോറാണോ? സാറിപ്പോൾ വരും, അപ്പോൾ നീ തന്നെ മനസ്സിലാക്കിക്കോ. ഓക്കെ. സാറ് കൊള്ളാം. കണ്ടിട്ടൊരു ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലോ. എങ്കിലേ സാറ് മലയാളിയാ. ഹാ, ശരിക്കും? എന്താ സാറിൻ്റെ പേര്? ഇഷാൻ. പേരും കൊള്ളാം. So students, let's start our new chapter. ആ, നീ വന്നോ? എന്താ ലേറ്റായേ? ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നിനക്ക് നെക്സ്റ്റ് അവർ ക്ലാസ് ഇല്ലേ? ഏയ്, ഉച്ചകഴിഞ്ഞ് ഞാൻ ലീവ് എടുത്തു. വേറെ കുറച്ച് പരിപാടിയുണ്ട്. എന്ത് പരിപാടി? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, പുതിയൊരു വീട് നോക്കുന്ന കാര്യം. 1 വീക്കായി നോക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയൊന്നും സെറ്റായിട്ടില്ല. ഓ ശരിയാ, മാള് വന്നല്ലേ ഇവിടെ. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, പുതിയ വീട് സെറ്റാവുന്നത് വരെ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക്. അവിടെ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഏയ്, അത് വേണ്ടടാ. ഒരു വീട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കാനായി ഇന്ന് ഉച്ചയ്ക്ക് പോന്നെ. മിക്കവാറും അത് ഓക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആഹാ, അങ്ങനെയാണേ ട്രീറ്റ് മസ്റ്റാണേ. അത് പിന്നെ അങ്ങനെയല്ലേ, ഇവിടെ ആകെയുള്ള എൻ്റെ ബഡ്ഡി നീയല്ലേ. അപ്പോൾ നിനക്ക് തരാതെ പിന്നെ? എന്നാ നിനക്ക് കൊള്ളാം. ഇന്നെനിക്ക് ഉച്ചകഴിഞ്ഞ് ക്ലാസ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം നിൻ്റെ കൂടെ. ആണോ? എന്നാ വാ, നമുക്കൊന്നിച്ച് പോയി കണ്ടിട്ട് വരാം. ഓക്കെ.
ആ നിനക്ക് ഞാൻ മാളുവിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ, വാ. ഇപ്പോൾ വേണ്ട, പിന്നെ ആവട്ടെ. എന്തായാലും അവളിവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്കിൽ നീ ഇറങ്ങ്, നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ആ, ഞാൻ ദാ വരുന്നു. ഒരു മിനിറ്റ്, നീ അങ്ങോട്ട് നടന്നോ. ഓക്കെ. ആ നിതു, ആ നോട്ട്സൊക്കെ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കണേ. അത് ഞാൻ അയക്കാം. നീ എങ്ങനെ പോന്നേ? അത് ബസ്സുണ്ടോയെന്ന് നോക്കട്ടെ, ഇല്ലേ ക്യാബ് ബുക്ക് ചെയ്യണം. ആണോ? എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ക്യാബ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ നിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോവാം, എന്താ? ഏയ് അതൊന്നും വേണ്ട, എൻ്റെ വീട് അടുത്താ, ഞാൻ എങ്ങനെയും പൊക്കോളാം, നീ പൊക്കോ. ആണോ? എന്നാൽ ഓക്കെ, ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാം, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. മാം, സാറെവിടെ? ഇപ്പോൾ വരും, ഇന്ന് ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു. ഓ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ടൈം കുറേ ആയി. ശരി. സോറി, ഇത്ര ലേറ്റാകുമെന്ന് വിചാരിച്ചില്ല. ഏയ് അത് കുഴപ്പമില്ല. സെർവൻ പോയോ? പോയി, കുറച്ച് നേരമായുള്ളൂ. ഓ, താൻ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഓക്കെ. ഹൗ വാസ് യുവർ ഡേ? ഇറ്റ്സ് ഗുഡ്. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ബസ്സിലാണ് വന്നേ. അതെന്താ ക്യാബ് വിളിക്കാത്തേ? ബസ്സിലൊക്കെ പാടല്ലേ? ഏയ് അത് കുഴപ്പമില്ലായിരുന്നു, ഇതിനു മുന്നേ ഞാൻ ബസ്സിലായിരുന്നു പോകുന്നതും വരുന്നതും. എന്നാലും ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അച്ഛൻ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു, വരുമ്പോൾ അങ്ങോട്ട് വിളിക്കണേന്ന് പറഞ്ഞായിരുന്നു. ആ, ഞാൻ വിളിക്കാം. ഇന്ന് എവിടെ പോയതാ?
അതെൻ്റെ ഒരു ഫ്രണ്ട് പുതിയ വീട് എടുക്കാൻ നോക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കാൻ പോയതാ. ഓ, എന്നിട്ട് എന്തായി? വീടൊക്കെ കൊള്ളാം, ഇനി അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ നോക്കണം. ഉം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ പ്രിൻ്റ് എടുക്കാൻ. എല്ലാം കൂടെ എന്തിനാ? ഏയ്, മുഴുവനില്ല. ലാസ്റ്റ് 2 പേജ് വേണ്ട, അത് റിപ്പീറ്റായി വന്നതാ. ഓ, നല്ല കാര്യം. നീ വാ, നെക്സ്റ്റ് അവർ ക്ലാസ് ഇല്ലല്ലോ, നമുക്ക് പുറത്ത് പോയി ഇതൊക്കെ സെറ്റാക്കാം. ഹാ, ഓക്കെ, വാ. ഇവിടൊക്കെ എന്ത് രസമല്ലേ? ആൾക്കാരൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഓരോരുത്തരുടെ ഡ്രസ്സിങ് സ്റ്റൈൽസ് തന്നെ നോക്ക്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നടക്കാം, ആരും ചോദിക്കാനും വരില്ല, പറയാനും വരില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ വല്ല ആവണം, എന്തൊക്കെ നടന്നാനേ. ഹാ, എന്താ ഇപ്പം ഇങ്ങനൊക്കെ തോന്നാൻ? നാട് മിസ് ചെയ്യുന്നോ നീ? അങ്ങനെ ചോദിച്ചാൽ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒന്നുമില്ല. വെക്കേഷൻ ആകുമ്പോൾ നിനക്ക് അങ്ങോട്ട് പോകാമല്ലോ, പിന്നെന്താ? അത് പോകാം. അല്ല, നീ നാട്ടിലോട്ട് പോകാറില്ലേ? ഏയ്, ഇപ്പം പോയിട്ട് കുറച്ചായി. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ. വീടും വയലും തോടും എല്ലാം. ആണോ? അപ്പം ഇനി അങ്ങോട്ട് പോകുന്നില്ലേ? ഉണ്ട്, വലിച്ചൻ പറഞ്ഞ് വെക്കേഷൻ ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ. അപ്പം അടുത്ത വെക്കേഷന് ഞാൻ അവിടെയാവും. ആഹാ, അപ്പം നിന്റെ ബ്രദറോ? ആളും വരുന്നുണ്ട്. തേജേട്ടാ? ആ മാളു, നിനക്ക് ക്ലാസ് ഇല്ലേ ഇപ്പോൾ? ഏയ് ഇല്ല, ഇപ്പം ഫ്രീയാ. ഓ, അതാണോ ഈ കറങ്ങി അടയ്ക്കുന്നത്? പിന്നെ എപ്പോഴും ക്ലാസ്സിലിരിക്കാൻ പറ്റുമോ? ആ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട് നിത്യ. ആ നിതു, ഇതാണ് എൻ്റെ ഹസ്ബൻഡ് തേജസ്. ഞെട്ടണ്ട, നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചു, അതാ ഞാൻ നിന്നോട് പറയാത്ത. ഓ, ഹലോ സർ. ഹായ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വന്നിടം തൊട്ട് തന്നെ കുറിച്ചായിരുന്നു ഇവൾ പറഞ്ഞത് മുഴുവൻ. തേജുവേട്ട ക്ലാസ് ഇല്ല ഇപ്പോൾ? ഏയ് ഇല്ല, ഞാൻ സ്റ്റാഫ് റൂമിലോട്ട് പോവായിരുന്നു, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. ആണോ? എന്നാ പൊക്കോ, വൈകിട്ട് കാണാം. ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട് നിന്നാൽ മതി, ഞാൻ വരാം അങ്ങോട്ട്. ആ, ഓക്കെ ഓക്കെ. അപ്പോൾ ശരിയടോ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. സാർ നിന്റെ ഹസ്ബൻഡായിരുന്നോ? എന്നാലും നീ ഇത് മുന്നേ പറഞ്ഞില്ലല്ലോ. ഇപ്പം അറിഞ്ഞില്ലേ, അത് മതി, നീ വാ. മാളു. എന്താടി? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അയ്യോ, ബെല്ലടിച്ചല്ലോ, നമുക്ക് പ്രിൻ്റ് എടുക്കണ്ടേ, പെട്ടെന്ന് വാ. ആ നിതു, നീ വരുന്നില്ലല്ലോ അല്ലേ? ഇല്ലില്ല, നിങ്ങൾ പൊക്കോ. ഓക്കെ.
അത് ഞാൻ പറയാൻ മറന്നുപോയി. അവരിനി കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആണോ? എന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. നിനക്കതിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? വലുതായി അറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ താൻ കയറണ്ട, നമുക്ക് പുറത്ത് പോയി കഴിക്കാം. നാളെ തൊട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഓക്കെ. എന്നാൽ പോയി റെഡി ആയിട്ടോ. ഹാ, ഒരു 10 മിനിറ്റ്. നിഴലായി കൂടെ ചേരൂ നീയേ. ആരോ നീ ആരോ നിഴലായി കൂടെ ചേരൂ നീയേ. അണയാതെ അറിയാതെ അരികിൽ നീ അലിയുന്നേ നിഴൽ പോലെ വാ, ഇവിടെ ഇരിക്കാം. തനിക്കെന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല. ഫുഡ് ഇഷ്ടമായോ? ഇഷ്ടമായി. ഇപ്പോൾ പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് തോന്നല്ലോ. കോളേജിൽ വെച്ച് സംസാരിച്ച് നടക്കുന്ന കണ്ടു. ഇന്നലെ തൊട്ട് വന്നതാ മാളവിക. പാവ, ഒരുപാട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ കൂട്ടായി ഞങ്ങൾ. ഗുഡ് ടു ഹിയർ. Hey, you look so beautiful. Oh, thank you. You are also too handsome. What's your name? Austin. And your name? Nitya. I like it. Where is your parents? They're over there. Oh, Who is he? Your husband? Yes, she's my wife. You are a good match. A perfect couple. Austin, what are you doing here? Nothing, Mom. I'm just talking with them. Come here. Sorry to disturb you. Hey, it's okay. Okay, bye. I'm coming. ഞാനത് വെറുതെ പറഞ്ഞതാ, താൻ കാര്യാക്കണ്ട കേട്ടോ. ഏയ് അത് കുഴപ്പമില്ല. ഹാ, കുഴപ്പമില്ല. അങ്ങനല്ല, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ സൺഡേ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണോ? നാളത്തോടു കൂടി ഫോർമാലിറ്റീസ് എല്ലാം കഴിയും. അപ്പോൾ പിന്നെ സൺഡേ അങ്ങോട്ട് മാറാം. എന്നാലും ഈ വീട് മതിയായിരുന്നു. കുറച്ച് സൗകര്യം കുറവാണെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് കഴിയാനുള്ളത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഏയ് അത് വേണ്ട, എന്തായാലും ഒരു വീട് എടുത്തേ പറ്റൂ. അപ്പം കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. ഇപ്പം കയ്യിലാണെങ്കിൽ കുറച്ച് ക്യാഷും ഉണ്ട്. വീട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? വീടൊക്കെ അടിപൊളിയാ, കോളേജിനടുത്താ. അപ്പം പോയി വരാനും പാടില്ല. അധികം ആരും വേണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോളേജിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ. അവനെ കൂടെ വിളിക്കാമെന്ന് വെച്ചു.
അവനും കൂടെ ഉണ്ടായോണ്ട ഇത്ര പെട്ടെന്നൊരു വീട് സെറ്റായേ. ആണോ? എങ്കിലേ ഞാൻ നിതുവിനെ കൂടി അങ്ങോട്ട് വിളിക്കട്ടെ. നിതുനെയോ? അവൾ വരുമോ? ആ, അറിയില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. അവളും കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു കൂട്ടാവുമല്ലോ. എങ്കിൽ വിളിച്ചോ. ഓക്കെ. ആ, ഇപ്പം കിടക്കാം, നാളെ ക്ലാസ് ഉള്ളയാ. നിതു, നീ പറഞ്ഞില്ലല്ലോ ഒന്നും. വരുമോ അപ്പോൾ? അത് പിന്നെ എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം. ചോദിക്ക്. അഥവാ സമ്മതിച്ചില്ലേ ഞാൻ തേജുവേട്ടനെ കൊണ്ട് വിളിപ്പിക്കാം. അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയും വന്നോളാം. വന്നാ മതി, ഇല്ലേലാ. ആ, ഞാൻ വരാ. ഇഷാൻ, എന്താടോ? അത് പിന്നെ സൺഡേ എനിക്കൊന്ന് പുറത്ത് പോകണം. സൺഡേയോ? എവിടേക്കാ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഫ്രണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവളുടെ വീട്ടിലോട്ടാ. ഓ, ഓക്കെ. എനിക്കും അന്നൊരു സ്ഥലത്ത് പോകണം. അപ്പം നമുക്ക് ഒരുമിച്ചിറങ്ങാം. തന്നെ അവിടെ ആക്കിയിട്ട് ഞാൻ പൊക്കോളാം. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അത് വേണ്ട, എന്തായാലും ഞാൻ പുറത്തു പോകുന്നുണ്ട്. അപ്പം നിന്നെ അങ്ങോട്ടാക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. താൻ റെഡിയായില്ലേ? വാ പോവാം. പോവാ. ലൊക്കേഷൻ അയച്ചു തന്നായിരുന്നോ? തന്നു, ഞാൻ അയക്കാം. എങ്കിൽ ഇഷാൻ പൊക്കോ, ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. ആക്ച്വലി എനിക്കും അങ്ങോട്ടാ പോണ്ടേ. ഇങ്ങോട്ടോ? താൻ പറഞ്ഞ ആ ഫ്രണ്ട് മാളു ആണോ? അതെ. ഇഷാൻ അവളെ എങ്ങനെ അറിയാം? അവളെ അല്ല, ഞാൻ തേജസിന്റെ ഫ്രണ്ടാ, അവളുടെ ഹസ്ബൻഡ്. ഓ. എങ്കി വാ, നമുക്കകത്ത് കയറാം. അപ്പം നമ്മൾ ഒരുമിച്ച് ചെന്ന അവര് കാണില്ലേ? അതിനെന്താടോ? ഒന്നുമില്ല. വാ. ഇഷാൻ അല്ല, നിത്യയും ഉണ്ടല്ലോ കൂടെ. അപ്പം നിങ്ങൾ ഒരുമിച്ചാണോ വന്നേ? നിതു, നീ സാറിൻ്റെ കൂടെ ആണോ വന്നേ? ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. അതെങ്ങനെ? ഷീസ് മൈ കസിൻ സിസ്റ്റർ. ഞങ്ങൾ ഒരുമിച്ചാ താമസിക്കുന്നേ. ഒരുമിച്ചോ? അപ്പോ നീ പറഞ്ഞ കസിൻ ബ്രദർ ഇഷാൻ സാറാണോ? അതെ. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? നിന്നോടല്ലേ ഇതെല്ലാം ഞാൻ ആദ്യം വന്ന് പറഞ്ഞത്. ഓ, ഐ ഫോർഗോട്ട്. അപ്പം ഇതാണല്ലേ ആള്. നിത്യ, തന്നെക്കുറിച്ച് ഇവ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇന്നതുണ്ടായല്ലോ. അതെ, ഇനി എല്ലാവരും അകത്ത് വാ, എന്നിട്ട് വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി പറ. ഇതിലിനി കാണാൻ എന്താ? ഞാൻ ഓൾറെഡി കണ്ടതല്ലേ ഇത്. ഞാൻ എൻ്റെ നിതുവിനോടാ പറഞ്ഞ. വാ നിതു, നമുക്ക് പോവാം. എന്നാലും നിതു, നീ ഇത് പറഞ്ഞില്ലല്ലോ എന്നോട്. എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ നിന്നോട് വന്ന് പറയാറുള്ളതല്ലേ ഞാൻ. എന്നിട്ട് നീ. സോറി കുട്ടാ,
അത് പിന്നെ ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോൾ ഓക്കെ, എന്തേലും വന്ന് നീ മാറിപ്പോവും, അതുകൊണ്ടല്ലേ. മതി മതി, ഇത് പറ, നിങ്ങളിനി റിലേഷൻഷിപ്പിൽ വല്ലതും ആണോ? ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം. ഏയ് അങ്ങനൊന്നുമില്ല. ഹാ, എങ്കിൽ കുഴപ്പമില്ല. നിനക്ക് വീട് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ നീ ഇങ്ങോട്ട് വരണം. അതൊക്കെ വരാം. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഫുഡ് വന്ന് കാണും, ഇനി കഴിച്ചിട്ടാവും ബാക്കി. ഇഷാൻ സാറിൻ്റെ ഫാമിലിയൊക്കെ എവിടാ? നീ ഈ സാറെന്ന് എന്തിനാ വിളിക്കുന്നേ? ഇതെന്താ കോളേജോ? അത് പിന്നെ വിളിച്ച് ശീലിച്ച് പോയില്ലേ, അതാ. നീ എന്നെ ഈശാൻ എന്ന് വിളിച്ചോ, കുഴപ്പമില്ല. ഏയ് അത് വേണ്ട, എന്നെക്കാളും മൂത്തതല്ലേ, അപ്പം ഞാൻ ഏട്ട എന്ന് വിളിക്കട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഹാ, എങ്കിൽ ഏട്ടൻ പറ, അവരൊക്കെ എവിടാ? അവർ നാട്ടിലാ. അച്ഛനൊരു ഷോപ്പുണ്ട് അവിടെ, അത് നോക്കി നടത്തുക. പിന്നെ അമ്മ ഹൗസ് വൈഫാ. ആണോ? അപ്പോൾ സിബ്ലിങ്സ് ഒന്നുമില്ലേ? ഒരു സിസ്റ്റർ ഉണ്ട്, അവളിപ്പോൾ +2. ഓ, നിതു എന്താ മിണ്ടായിരിക്കുന്നേ? എന്തേലും പറ. നിതു എന്ന് ഞാൻ വിളിക്കുന്ന പേരാ, അത് വേറെ ആരും വിളിക്കണ്ട. ആഹാ, അത് കൊള്ളാലോ. അതെന്താ നിനക്ക് മാത്രം? അതങ്ങനെ, അങ്ങനെ ഇപ്പോൾ അതാരും വിളിക്കണ്ട. ഓഹോ, എന്നാ ഇനി ഞാൻ അങ്ങനെയേ വിളിക്കൂ. നിതു, ഇങ്ങ് വാ, ഇവിടെ ഇരിക്കാം. തേജു ഏട്ടാ. തേജു ഏട്ടൻ ഇവിടെ തന്നെയാണോ പഠിച്ചേ? അല്ല, ഞാൻ നാട്ടിലാണ് പഠിച്ചത്. പിന്നെ അവിടെ എൻ്റെ ഒരു ബ്രദർ വഴി ഇങ്ങോട്ട് വന്നതാ. പിന്നെ പുള്ളി തന്നെ ഇവിടെ ജോലിയും സെറ്റാക്കി തന്നു. നാട്ടിൽ നിന്നൊന്നും ശരിയാവില്ലടോ. ഇതാവുമ്പോൾ അത്യാവശ്യം നല്ല സാലറിയൊക്കെ കിട്ടും. അത് ശരിയാ. അതുകൊണ്ടല്ലേ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാത്തെ. ഓ, നിങ്ങൾക്കൊക്കെ നാട്ടിൽ പോകാൻ മടി. ഇവിടെ ഒരാൾക്ക് നാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുക. ആർക്ക്? നിത്യക്കാണോ? അതെ അതെ. ആണോ? വെക്കേഷൻ ആവട്ടെ, നമുക്ക് 4 പേർ കൂടെ അങ്ങോട്ടൊരു ട്രിപ്പ് പോവാം. ഹാ, ട്രിപ്പാ? അങ്ങോട്ടോ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട, മോളെ ഈ ഏട്ടൻ കൊണ്ടുപോകും. ഏട്ടനാ? അതൊക്കെ എപ്പോ? അതൊക്കെയായി. നീ അങ്ങോട്ട് മാറിയിരിക്കുക, ഞാൻ എൻ്റെ പെങ്ങളുടെ അടുത്ത് പോട്ടെ. ഓ, എന്നാൽ ആങ്ങളെയും പെങ്ങളും അവിടെ സംസാരിച്ചിരിക്കുക, ഞാൻ പോയി കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ഇറങ്ങിപ്പോ. എന്നാലും കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞ് പോവായിരുന്നു. പറഞ്ഞതാ നൈറ്റ് വരെ എത്തിച്ചു. ഇനി നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ ഇറങ്ങുക. നീതു, ഇടയ്ക്കിങ്ങോട്ട് വരണേ. വരാം. അതിനു മുന്നേ നീ എന്നാ അങ്ങോട്ട് വരുന്നേ? അതൊക്കെ വരാന്നേ, നെക്സ്റ്റ് വീക്കെൻഡ് ആവട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോവാം, എന്താ? ഇങ്ങനെ പോയാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന തോന്നുന്നേ. അതെനിക്കും തോന്നുന്നുണ്ട്. വാ. നീതു, ഒട്ടും വയ്യേ നിനക്ക്? വയറ് വേദന എടുക്കുന്നു. പീരീഡ്സ് ആയിട്ട് വയ്യെങ്കിൽ പിന്നെ എന്തിനാ വന്നേ? വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാ വേദന കൂടിയ. നീ മെഡിസിൻ കഴിച്ചോ? ഇല്ല, അതൊന്നും വേണ്ട. പിന്നെ ഇങ്ങനെ വേദന എടുത്തിരിക്കാനോ? കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പം മാറുമാവും. അങ്ങനെ നീ ഇപ്പോൾ ഇവിടെ ഇരിക്കണ്ട, നീ വീട്ടിൽ പോ. അടുത്ത 8ന്റെ പീരീഡ് അല്ലേ, ഞാൻ പറഞ്ഞോളാം. നീ ഇറങ്ങ്, വാ. അതൊന്നും വേണ്ട,
ഞാൻ ഇരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ ഞാൻ വല്ലതും പറയും, എണീക്കങ്ങോട്ട്. അവൾക്ക് നേരെ ചൊവ്വ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, എന്നിട്ടാ കിടന്ന്. എണീക്ക്. മാളു, നിത്യ എവിടെ? അത് അവൾക്ക് വയ്യ, അങ്ങനെ വീട്ടിൽ പോയി. ആണോ? എന്തു പറ്റി? വയറുവേദന. കുഴപ്പമൊന്നുമില്ല. എങ്ങനാ പോയേ? ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു. ഓക്കെ. All of you take your textbook and read the last section we covered. നിത്യ, ആർ യു ഓക്കെ? ഹാ, ഇതെന്താ നേരത്തെ? അത് പിന്നെ താൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാ. അത് എൻ്റെ ഫോൺ ബാഗിലായിരുന്നു, ഞാൻ എടുത്തില്ല. അത് ക്ലാസ്സിൽ വെച്ച് സൈലൻ്റ് ആക്കിയതാ, പിന്നെ മാറ്റാൻ മറന്നുപോയി. ഓ, തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോണോ? ഏയ് അതൊന്നും വേണ്ട, ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും. ഹാ, ഹോസ്പിറ്റലിൽ പോകാതെ എങ്ങനാ? എണീക്ക്, ഞാൻ കൊണ്ടുപോവാം. എന്തു പറ്റി? ഒന്നുമില്ല. പീരിയഡ്സ് ആണോ? കുറച്ച് നേരം കിടക്ക്, ഞാൻ പോയി ഹോട്ട് വാട്ടർ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട, കുഴപ്പമില്ല. നിത്യ, നീ ഇവിടെ എന്തെടുക്ക? അത് ഞാൻ കുറച്ച് വെള്ളം. എന്തേലും വേണേ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? ഇഷാൻ വർക്ക് ചെയ്യുമല്ലായിരുന്നു, അതാ ഞാൻ വിളിക്കാത്ത. മാറ്, ഞാൻ എടുത്തു തരാം. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. ഇനി റൂമിൽ പോയി കിടക്ക. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ഇവിടെയോ? അതെന്താ? റൂമിൽ കിടക്കാം. വേണ്ട ഇഷാൻ, എനിക്കിവിടെ കിടന്നാൽ മതി. ഓക്കെ.
ദേ തന്നെ ഇരുന്ന് ചിരിക്കുന്നു. എന്തോന്നടാ? എന്ത്? ഏയ് ഒന്നുമില്ല. നടക്കട്ടെ. പിന്നെ നിത്യയ്ക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് വയ്യായിരുന്നു എന്ന് മാളു പറഞ്ഞു. കുഴപ്പമില്ല, എന്നാലും ഇന്ന് കോളേജിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആണോ? അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുമോ? എന്തേലും ഉണ്ട് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനെന്നാ പോവാ. നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ. നീയൊന്ന് സമാധാനപ്പെട്. അവരിറങ്ങിയെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റല്ലേ ആയുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്ര നേരത്തെ ഇറങ്ങണ്ടാന്ന്. അപ്പം ഇവിടെ ഒരാൾക്ക് ധൃതി. ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാം. ഓ പിന്നെ 9 മണിക്ക് വരാന്നല്ലേ അവർ പറഞ്ഞേ, അതുകൊണ്ടല്ലേ? അവൻ്റെ 9 മണി എന്നത് 10. അതുകൊണ്ടല്ലേ കുറച്ചൊക്കെ കഴിഞ്ഞിറങ്ങാന്ന് പറഞ്ഞേ. എനിക്ക് പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതിനു വല്ലോ പറയാൻ നീ സമ്മതിച്ചായിരുന്നോ? ചാടിക്കേറി വരുമല്ലായിരുന്നോ? ഓ ഓ, ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്താടാ പുല്ലേ താമസിച്ചേ? അത് പിന്നെ ബ്ലോക്കായിരുന്നു. പിന്നെ ഇവിടെ എവിടാടാ ബ്ലോക്ക്? ഇനിയും താമസിച്ചായിരുന്നേ ഇവളെൻ്റെ മണ്ടയ്ക്ക് കയറിയാനെ. അതെ, ടൈമായി. വാ, നമുക്ക് പോണ്ടേ? വാ വാ വാ.
പോയി ഡ്രസ്സ് മാറ്, എന്നിട്ട് ഫ്രഷായി കിടന്നു. നല്ല മഴയുണ്ട്. ഉം, നിനക്ക് പേടിയുണ്ടോ? ഏയ് ഇല്ല. എങ്കിൽ പോയി ഫ്രഷായിക്കോ. ഉം. നിത്യ, താൻ കിടന്നോ? ഹാ ഇഷാൻ, ഏയ്, എന്തു പറ്റി? അത് എനിക്ക് പേടിയാ. ഓ, അതാണോ? ഞാനില്ലേ അടുത്ത്. നിത്യ, ആർ യു ഓക്കെ? ഹാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ മറ്റന്നാൾ എനിക്ക് വാല്യുവേഷന് പോകണം. അപ്പം 2 days ഞാൻ ഇവിടെ കാണില്ല, അവിടെ തന്നെ ആവും സ്റ്റേ. ഹാ, 2 days-ഓ? തേജു ഉണ്ട് എൻ്റെ കൂടെ. എപ്പോഴാ പോണേ? മോർണിംഗ് ഇറങ്ങണം. ഓക്കെ. നിത്യ, ഇനി ഞാൻ റൂമിൽ പോട്ടെ? ഹാ, വേണ്ട. അവരെന്നാ വരുന്നേ? ആര്? ഇവിടുത്തെ സർവൻറ്റ്. ഓ, അവർ നാളെ തൊട്ട് വരും. ഓ ആണോ? എന്താ, എൻ്റെ കുക്കിംഗ് അത്രയ്ക്ക് ബോറാണോ? ഈ അങ്ങനല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എടോ, ആ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രഷ് മിൽക്കിങ് എടുത്തേ. ആ, ഇപ്പം എടുക്കാം. ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും ഉണ്ടേ എന്നെ അറിയിക്കണം, അല്ലാതെ എനിക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് വെച്ച് വിളിക്കാതെ ഇരിക്കല്. വിളിക്കാം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യെങ്കിൽ മാളുവിൻ്റെ കൂടെ പോയി നിൽക്ക്. അവിടെ അവളും ഒറ്റയ്ക്കല്ലേ. ഏയ് അതൊന്നും കുഴപ്പമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ, ഐ വിൽ മാനേജ്. എന്നാ ഇറങ്ങുക. ബൈ.
മെസ്സേജ് അയച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഓ, വീട്ടിൽ ഭയങ്കര ബോർ, ഇന്ന് ക്ലാസ്സും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങ് വരാമെന്ന് വെച്ചു. അതെന്തായാലും നന്നായി. ഞാനും ഇവിടെ ബോറടിച്ചിരുന്നതാ. തേജുവേട്ടൻ വിളിച്ചോ നിന്നെ? ഏയ് ഇല്ല, ബിസി ആവും, അതുകൊണ്ട് ഞാനും വിളിച്ചില്ല. ഓ, എടാ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ പോരെ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? വാ പോവാ. ആ ഓക്കെ, നിൽക്ക്, ഞാൻ മാളുവിനെ വിളിക്കട്ടെ. വിളിച്ചിട്ട് വാ. എടാ, ഞാനും അങ്ങോട്ട് വരുവാ. മാളു നിൻ്റെ വീട്ടിൽ ഉണ്ടെന്ന്. അവിടെയോ? ആ, അവിടെ തന്നെ. രാവിലെ അങ്ങോട്ട് പോയതാന്ന്. വാ, ഇനി ഇറങ്ങാം. ഇതാരോ ഇപ്പോ? ഞാൻ പോയി നോക്കാം. നിങ്ങളെന്താ ഇപ്പോ? ഈവനിങ് ആവുന്നല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞേ? ഈവനിങ് വരാനായിരുന്നത്, ബട്ട് ഇവിടെ ഒരുത്തനിങ്ങ് വന്നോളാൻ വയ്യായിരുന്നു. അതുകൊണ്ട് അപ്പോഴേ ഇറങ്ങേണ്ടി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? ഓ പിന്നെ, ഞാനവിടെ ടൂറിന് പോയതല്ലേ.